السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تجادلوا أهل الكتاب إلا بالتي هي أحسن إن الذين ظلموا منهم وقولوا آمنا بالذي أنزل إلينا وأنزل إليكم وإلهنا وإلهكم واحد ونحن له مسلمون وكذلك أنزلنا إليك الكتاب والذين آتيناهم الكتاب يؤمنون به ومن هؤلاء من يؤمن به وما يجحد بآياتنا إلا الكافرون وما كنت تتلو من قبله من كتاب ولا تخطه بيمينك إذا لارتاب المبطلون بل هو آيات بينات في صدور الذين أوتوا العلم وما يجحد بآياتنا إلا الظالمون وقالوا لولا أنزل عليه آية من ربه قل إنما الآيات عند الله وإنما أنا نذير مبين أولم يكفهم أنا أنزلنا عليك الكتاب يتلى عليهم إن في ذلك لرحمة وذكرى لقوم يؤمنون قل كفى بالله بيني وبينكم شهيدا يعلم ما في السماوات والأرض والذين آمنوا بالباطل وكفروا بالله أولئك هم الخاسرون ويستعجلونك بالعذاب ولولا أجل مسمى لجاءهم العذاب وليأتينهم بغتة وهم لا يشعرون يستعجلونك بالعذاب وإن جهنم لمحيطة بالكافرين يوم يغشاهم العذاب من فوقهم ومن تحت أرجلهم ويقول ذوقوا ما كنتم تعملون صدق الله العظيم. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വലാ തുജാദിലു, അല്ലാഹു തആല വിശ്വാസികളോട് അഭിസംബോധനം ചെയ്ത് സംസാരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ തർക്കിക്കരുത്. അഹ്ലൽ കിതാബ്, നിങ്ങൾ അവരോട് സംവാദം നടത്തരുത്. വേദക്കാരോട് അഥവാ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും. ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഇല്ലാ ബില്ലത്തി, ഒരു സംവാദം കൊണ്ടല്ലാതെ. ഐ അൽ മുജാദലത്തില്ലത്തി ഹിയ അഹ്സനു, വളരെ ഭംഗിയുള്ള സുന്ദരമായ സൗഹാർദ്ദപരമായ രീതിയിലല്ലാതെ നിങ്ങൾ അവരോട് തർക്കിക്കരുത്, നിങ്ങൾ അവരോട് സംവദിക്കരുത്. ദുആഇ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ അവരെ ക്ഷണിക്കും പോലെ. ബി ആയാത്തിഹി, അള്ളാഹുവിന്റെ ആയത്തുകളെ കൊണ്ട്. വതംബീഹി അലാ ഹുജജിഹി, അള്ളാഹു തആല അറിയിച്ചു തരുന്ന ഹുജ്ജത്തുകൾ, ബുർഹാനുകൾ, തെളിവുകൾ, ആ തെളിവുകളുടെ മേലൊക്കെ അവരെ ഉണർത്തിക്കൊണ്ട് അവരെ ക്ഷണിക്കും പോലെ. അപ്പൊ തെളിവുകളുടെയും ഉണർത്തലുകളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ അവരെ അള്ളാഹുവിലേക്കും ദീനിലേക്കും ക്ഷണിക്കുക. അത് നല്ലതായ മുജാദലത്താണ്. കെട്ടിയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ, അവർ വെറുപ്പിക്കുന്ന രീതിയിൽ, അവർ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, ഗൗരവത്തിൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അപ്പോൾ അവർ കാര്യം മനസ്സിലാക്കണമെന്നില്ല. ഇല്ലല്ലദീന ലലമു മിൻഹും, അഹ്ലി കിതാബിൽ നിന്നും വേദക്കാരിൽ നിന്നും അക്രമികളായ ആളുകളോടൊഴികെ അവരോട് നിങ്ങൾ ഇങ്ങനെ മയത്തിൽ സംസാരിക്കൊന്നും വേണ്ട. അവരോട് കുറച്ച് സ്ട്രോങ്ങിൽ തന്നെ സംസാരിക്കാം. എങ്ങനെ ദുൽമ ചെയ്യുന്ന ആളുകൾ? ബി അൻ ഹാറബു, അവരിൽ നിന്നും ദുൽമ ചെയ്യുന്ന ആളുകൾ എങ്ങനെ ദുൽമ ചെയ്യുന്നു? ബി അൻ ഹാറബു, അവർ യുദ്ധം ചെയ്തുകൊണ്ട്. നിങ്ങളോട് യുദ്ധം ചെയ്തിട്ട് ദുൽമ കാണിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടാവും. അവരോട് മയപ്പെട്ട് സംസാരിക്കണ്ട. വ അബൗ, അവർ വിസമ്മതിക്കുന്നു. വിസമ്മതിച്ചുകൊണ്ടും യുദ്ധം ചെയ്തുകൊണ്ടും. എന്തിനു വിസമ്മതിക്കുന്നു? അബായ ഇബാ, അബാ അബയ അബൗ, അബായ ഇബാ ഷാദുൻ, അബായ ഇബ ഷാദാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ അബ, അവർ വിസമ്മതിക്കുന്നു. അൻ യുഖിറു, അവർ അംഗീകരിക്കാൻ. ബിൽ ജിസിയത്തി, ജിസിയ ടാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്ലാമിന്റെ ഭരണത്തിന് കീഴിൽ വേദക്കാരായ ആളുകൾ താമസിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ക്രിമിനൽ നിയമങ്ങളൊക്കെ അവർ അംഗീകരിക്കണം. അതോടൊപ്പം ഒരു നിശ്ചിത സംഖ്യ ജിസിയയായിട്ട് ഗവൺമെന്റിന് അടക്കുകയും വേണം അവർ. അത് നിയമമാണ്. ഈ ജിസിയ സമ്മതിക്കാത്ത ആളുകൾ, സമ്മതിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ യുദ്ധം ചെയ്യുന്നു, ജിസിയ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ദുൽമ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ഫജാദിലുഹും ബിസ്സൈഫ്, അവരോട് നിങ്ങൾ വാളുകൊണ്ട് മുജാദലത്ത് നടത്തിക്കോളൂ. ഹത്താ യുസ്ലിമു, അവര് മുസ്ലിമാകുന്നത് വരെ. നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങളും യുദ്ധം ചെയ്തിട്ട് അവരെ
ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരിക. ഔ യുഅ്തുൽ ജിസിയ, അല്ലെങ്കിൽ ജിസിയ, കപ്പം എന്ന് പറയും പഴയ മലയാളം. കപ്പം അവർ കൊടുക്കാൻ തയ്യാറാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. അങ്ങനെ യുദ്ധം ചെയ്യാനും തയ്യാറാകുന്നില്ല, യുദ്ധത്തിന് വരുന്നില്ല, നിങ്ങളോട് നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ കപ്പം തന്നുകൊണ്ട് ജീവിക്കാൻ അവർ തയ്യാറാണ് എങ്കിൽ ആളുകളെ ഇസ്ലാമിലേക്ക് നിങ്ങൾ ക്ഷണിക്കുമ്പോൾ വളരെ മയത്തോടുകൂടെ വളരെ സുന്ദരമായ രീതിയിലുള്ള ക്ഷണമായിരിക്കണം, സംവാദമായിരിക്കണം നിങ്ങൾ അവരോട് നടത്തേണ്ടത്. വഖൂലു, നിങ്ങൾ അത്തരക്കാരായ നല്ല ആളുകളോട് നിങ്ങൾ പറയണം. ഐ ലിമൻ ഖബിലൽ ഇഖ്റാറ ബിൽ ജിസിയ, ജിസിയ കൊണ്ട് സമ്മതിക്കുന്ന കബൂലാക്കിയതായ ആളുകളോട് നിങ്ങൾ പറയണം. ഇദാ അഖ്ബറൂക്കും ബിശൈഇൻ, അവർ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ, മിമ്മാ ഫീ കുതുബിഹിം, അവരുടെ വേദഗ്രന്ഥങ്ങളിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് അവർ വന്ന് പറയുകയാണെങ്കിൽ അവരോട് നിങ്ങൾ തിരിച്ച് മറുപടി പറയുക, ആമന്നാ ബില്ലദീ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും, നിങ്ങളിലേക്കും ഞങ്ങളിലേക്കും ഇറക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ടൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാവുക. വലാ തുസദ്ദിഖൂഹും, നിങ്ങൾ അവരെ വിശ്വസിക്കാനോ വാസ്തവമാക്കാനോ, വലാ തുകദ്ദിബൂഹും, നിങ്ങൾ അവരെ കളവാക്കാനോ പോവണ്ട, ഫീദാലിക്ക, അവരുടെ ആ വിവരണത്തിൽ. അപ്പോൾ ഏതെങ്കിലും വേദക്കാർ നിങ്ങളോട് വന്നിട്ട് ഞങ്ങളുടെ തൗറാത്തിൽ ഇങ്ങനെയുണ്ട്, ഇഞ്ചിയിൽ ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ് എന്ന് ശരിവെക്കാനും പോവണ്ട, അത് കള്ളമാണ് എന്ന് ലാ തുകദ്ദിബൂഹും, കളവാക്കാനും നിങ്ങൾ പോവണ്ട. നിങ്ങൾ പറയാ, എന്ത് പറയാ, ആമന്നാ ബില്ലദീ ഉൻസില ഇലൈന, ഞങ്ങളുടെ മേൽ അള്ളാഹുവിൽ നിന്നും ഇറക്കപ്പെട്ട ഗ്രന്ഥം കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, വ ഉൻസില ഇലൈക്കും, നിങ്ങളിലേക്ക് അള്ളാഹുവിൽ നിന്നും ഇറക്കപ്പെട്ട ഗ്രന്ഥം കൊണ്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു, തൗറാത്ത് കൊണ്ടും ഇഞ്ചീൽ കൊണ്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് കോമൺ ആയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ പറയുന്ന കാര്യം തൗറാത്തിലോ ഇഞ്ചിയിലോ ഉണ്ടെന്നോ ഇല്ലെന്നോ അത് ശരിയാണെന്നോ അല്ലെന്നോ എന്ന് നിങ്ങൾ പറയാൻ പോവണ്ട. പിന്നെന്ത് പറയാ, വ ഇലാഹുനാ വ ഇലാഹുക്കും വാഹിദ്, ഞങ്ങളുടെയും നിങ്ങളുടെയും ഇലാഹ് വാഹിദുൻ, ഏകനാണ്. വനഹ്നു ലഹു മുസ്ലിമൂൻ, ആ റബ്ബിനിക്ക് മാത്രമാണ്, അവനിക്കാണ് ഞങ്ങൾ വിധേയപ്പെടുന്നത്, മുതിയൂന, പൂർണ്ണമായിട്ടും കീഴ്പ്പെടുന്നതും വഴിപ്പെടുന്നതും തോഴത്ത് ചെയ്യുന്നതും എന്ന് പറയുക. അവരെ വെറുപ്പിക്കണ്ട, അതൊക്കെ കളവാണ് എന്ന് പറഞ്ഞ് അവരെ വെറുപ്പിക്കണ്ട. അവരെ എന്നാൽ ശരി വെക്കുകയും വേണ്ട. നമ്മളുടെയും നിങ്ങളുടെയൊക്കെ ഇലാഹ് ഒന്ന് തന്നെയാണല്ലോ, ആ റബ്ബിനിക്ക് ഞങ്ങൾ വഴിപ്പെടുള്ളൂ, അതുപോലെ നിങ്ങളും ആ റബ്ബിനിക്ക് വഴിപ്പെടണമെന്നൊക്കെ മയപ്പെടുത്തി സംസാരിച്ച് മയത്തിൽ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നോക്കണം. വകദാലിക അൻസൽനാ ഇലൈക്കൽ കിതാബ്, അല്ലാഹു തആല നബി തങ്ങളോട് പറയാ, വകദാലിക, വേദക്കാർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകിയതുപോലെ, അൻസൽനാ ഇലൈക്കൽ കിതാബ, നബിയെ അങ്ങിലേക്ക് നമ്മൾ ഖുർആൻ എന്ന കിതാബിനെ അവതരിച്ചു തന്നിട്ടുണ്ട്. കിതാബ് കൊണ്ട് ഉദ്ദേശം അൽ ഖുർആൻ. ഏതുപോലെ കദാലിക എന്ന് പറഞ്ഞാൽ കമാ അൻസൽനാ ഇലൈഹിമു തൗറാത്ത വഗൈറഹ, മുൻവേദക്കാരിലേക്ക് തൗറാത്തിനെയും വഗൈറഹ, തൗറാത്ത് അല്ലാത്ത ഇഞ്ചീൽ സബൂർ പോലാത്ത ഗ്രന്ഥങ്ങളെയും ഇറക്കിക്കൊടുത്തതുപോലെ അങ്ങയിലേക്ക് നമ്മൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഫല്ലദീന ആതൈനാഹുമുൽ കിതാബ, നമ്മൾ മുൻപ് കിതാബ് കൊടുത്തതായ ആളുകളുണ്ടല്ലോ, ആർക്കാണോ നമ്മൾ മുമ്പ് കിതാബ് കൊടുത്തത് അവര്, ഇവിടെ കിതാബ് കൊടുത്തൊരു ഉദ്ദേശം അത്തൗറാത്ത, മുൻപ് തൗറാത്ത് കൊടുത്ത ആളുകൾ. അങ്ങനെ ആ തൗറാത്ത് നൽകപ്പെട്ട ആളുകൾ കഅബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു വഗൈരിഹി, അബ്ദുല്ലാഹിബ്നു സലാം പോലത്തെ ജൂതന്മാരായിരുന്ന ആളുകൾ, അവർക്ക് തൗറാത്ത് നൽകപ്പെട്ടവരാണ്, തൗറാത്ത് നൽകപ്പെട്ടവരുടെ പിൻതലമുറക്കാരാണെന്നർത്ഥം. അങ്ങനെയുള്ള ആളുകൾ യുഅ്മിനൂന ബിഹി, അവര് അങ്ങേക്കിറക്കപ്പെട്ട കിതാബ് കൊണ്ട് ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് വിശ്വസിക്കും. വമിൻ ഹൗലാഇ ഐ അഹ്ലി മക്ക, ഈ കൂട്ടരിൽ നിന്നും അഥവാ മക്കക്കാരിൽ നിന്നും, മക്കക്കാരുടെ കൂട്ടത്തിലുമുണ്ട് മൻ യുഅ്മിനു ബിഹി, അങ്ങേക്ക് അവതരിച്ചതായ വിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ. അപ്പോൾ ജൂതന്മാരിൽപ്പെട്ട തൗറാത്ത് പഠിച്ചതായ ആളുകളിൽ ഒരുപാട് ആളുകൾ അങ്ങേക്കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. മുശ്രിക്കീങ്ങളും ഒരുപാട് ആളുകൾ അങ്ങേക്കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. അങ്ങേക്കൊണ്ട് വിശ്വസിക്കാതെ ധിക്കാരം കാണിക്കുന്നവരും നിഷേധികളാകുന്നതും ആരാണ്? വമാ യജ്ഹദു ബി ആയാതിന, നബിയെ നമ്മുടെ ആയത്തുകളെ കൊണ്ട് ആയത്തുകൾ നിഷേധിക്കുന്നില്ല. ബഅദ ളുഹൂരിഹ, ആ ആയത്തുകൾ പ്രത്യക്ഷമായതിനു ശേഷം, വെളിപ്പെട്ടതിന് ശേഷം, സത്യമാണെന്ന് ബോധ്യമായതിനു ശേഷം ആ ആയത്തുകളെ നിഷേധിക്കുന്നില്ല. ഇല്ലൽ കാഫിറൂന, കാഫിരീങ്ങളല്ലാതെ നിഷേധിക്കൂല. ഇവിടെ ഉദ്ദേശം അൽ യഹൂദു, ജൂതന്മാരല്ലാതെ അതിനെ നിഷേധിക്കൂല. വലഹറ ലഹും, ജൂതന്മാർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്, വെളിവായിട്ടുണ്ട്, അവർക്കറിയാം അന്നൽ ഖുർആൻ ഹഖുൻ, ഖുർആൻ ഹക്കാണെന്നും, വൽ ജാഇയ ബിഹി,
ആ ഖുർആനെ കൊണ്ടുവന്ന നബി തങ്ങൾ മുഹിക്കുൻ ഹക്ക് സ്ഥാപിക്കാമെന്ന ആളാണെന്നൊക്കെ അവർക്കറിയാം. അവരറിഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുകയാണ്. കാഫിരീങ്ങളാണ് അവർ. അറിഞ്ഞുകൊണ്ട് ഇൻകാർ ചെയ്യുമ്പോഴാണ് ജഹദ എന്ന് പറയാ. അത് അള്ളാഹ് പറയുന്നത് വജഹദു ദാലിക്, അവരതിനെ നിഷേധിച്ചു. യജ്ഹദു ബി ആയത്തിന, നമ്മൾ ആയത്തുകൾ ഹക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് സത്യം മനസ്സിലാക്കിയിട്ടും നിഷേധിക്കുക, അതിനാണ് ജഹദ. ഇൻകാർ ചെയ്യുക, നിഷേധിക്കുക. ഇനി വമാ കുന്ത, ഇനി നബി തങ്ങളോട് അള്ളാഹു തആല പറയുകയാണ്, അവര് അങ്ങയുടെ ഗ്രന്ഥത്തെ കളവാക്കുമ്പോൾ അങ്ങ് വിഷമിക്കണ്ട, അങ്ങയെക്കുറിച്ചൊരു തെറ്റിദ്ധാരണയും അവർക്കില്ല. സത്യമാണ് അങ്ങ് പറയുന്നത്. ഈ വിശുദ്ധ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്നതിന് എല്ലാ തെളിവുകളും അവർക്ക് മുമ്പിലുണ്ട്. അവർക്ക് അതറിയുകയും ചെയ്യാം. അറിഞ്ഞിട്ടും അവര് നിഷേധിക്കുകയാണ്. കാരണം വമാ കുൻത നബിയെ, അങ്ങ് ആയിരുന്നില്ല തത്ലു മിൻ ഖബലിഹി അൽ ഖുർആൻ, ഈ ഖുർആന് മുമ്പ് അങ്ങ് ഒരു ഗ്രന്ഥവും പാരായണം ചെയ്യുന്നവരായിരുന്നില്ല. മിൻ ഖബലിഹി, ഈ ഖുർആന് മുമ്പ് മിൻ കിതാബിൻ, ഒരു കിതാബിനെയും ഒരു ഗ്രന്ഥത്തെയും അങ്ങ് പാരായണം ചെയ്യുന്നവരായിരുന്നില്ല. വലാ തഖുത്തുഹു ബിയമീനിക, അങ്ങ് അങ്ങയുടെ വലത് കൈകൊണ്ട് അഥവാ അങ്ങയുടെ കൈ കൊണ്ട് ഒരു കിതാബിനെയും എഴുതുന്നവർ, ഖത്ത് എന്ന് പറഞ്ഞാൽ ഖത്തേ ഖുത്ത് പറഞ്ഞാൽ എഴുതുന്നവരുമായിരുന്നില്ല. ഇതൻ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഐ ലൗ കുൻത ഖാരിഅൻ കാതിബൻ, അങ്ങ് എഴുതാനും വായിക്കാനും അറിയുന്ന, എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ആളായിരുന്നുവെങ്കിൽ, വിദ്യാഭ്യാസമുള്ള ആളായിരുന്നുവെങ്കിൽ ലർതാബൽ മുബ്തിലൂന, ബാത്തിൽ കൊണ്ട് നടക്കുന്നതായ ബാത്തിലിന്റെ ആളുകളാകുന്ന ജൂതന്മാർക്ക് അങ്ങയുടെ കാര്യത്തിൽ സംശയം ഉണ്ടാവുമായിരുന്നു. ലർതാബ ഐ ശക്കൽ മുബ്തിലൂന, ബാത്തിലിന്റെ ആളുകൾ ശക്കിലാവുമായിരുന്നു. ആരാണ് ഇവിടെ ബാത്തിലിന്റെ ആളുകൾ? അൽ യഹൂദു, ജൂതന്മാർ സംശയത്തിലാകും ഫീക്ക, അങ്ങയുടെ കാര്യത്തിൽ. ഇത് യഥാർത്ഥ പ്രവാചകൻ തന്നെയാണോ അല്ലേ എന്നവർക്ക് സംശയമാവും. കാരണം എന്തുകൊണ്ട്? വക്കാലു, ഓല് പറയും അല്ലതീ ഫി തൗറാത്ത്, തൗറാത്തില് അവസാനത്തെ നബിയെ പറ്റിയിട്ട് തൗറാത്തിലുള്ള ഒന്ന് അന്നഹു ഉമ്മിയുൻ, അവസാന പ്രവാചകൻ ഉമ്മിയായിരിക്കുമെന്നാണല്ലോ. ഉമ്മിയുടെ അർത്ഥം ലാ യഖറഉ വലാ യക്തുബ്, എഴുത്തും വായനയും അറിയാത്ത ആള്, എഴുതാനും വായിക്കാനും അറിയാത്ത ഉമ്മിയായിരിക്കും അവസാനത്തെ നബി എന്നാണല്ലോ ഞങ്ങൾക്ക് അല്ലാഹു തആല മൂസാ നബിയിലൂടെ അവതരിപ്പിച്ചു തന്ന തൗറാത്തിലുള്ളത്. പക്ഷേ അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞു വന്ന മുഹമ്മദ് എഴുതുന്നുണ്ടല്ലോ, വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവൻ അന്ത്യപ്രവാചകനല്ലേ എന്ന് ഇവർ സംശയിക്കും, ഇവർ പറയും. പക്ഷേ ആ സംശയത്തിനൊന്നും ഇട നൽകാത്ത വിധം അങ്ങേക്ക് എഴുതാൻ അറിയില്ലല്ലോ, അങ്ങ് മുമ്പൊന്നും എഴുതാറില്ലല്ലോ, അങ്ങ് മുമ്പ് ഈ ഖുർആൻ വരുന്നതിന് മുമ്പ് ഒരു കിതാബും വായിക്കാറുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങ് ഉമ്മിയാണ് എന്ന് ഇവർക്കറിയാം. അവരുടെ ഗ്രന്ഥത്തിൽ അങ്ങയെപ്പറ്റി വിശേഷിപ്പിച്ച വിശേഷണം അങ്ങയിൽ 100% ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പൊ അങ്ങ് യഥാർത്ഥ പ്രവാചകനാണെന്നറിയാം. അറിഞ്ഞിട്ടും അവർ ജുഹൂദ് നടത്തുകയാണ്. ബാത്തിലിന്റെ ആളുകളാണ് അവർ. നബിത്തങ്ങൾ ഉമ്മിയാണ്, എഴുത്തും വായനയും അറിയാത്തവരാണ്. നബിത്തങ്ങൾ എഴുത്തും വായനയും അറിയാത്തവരാണ് എന്നത് നബിത്തങ്ങളെ സംബന്ധിച്ച് കുറവല്ല. എഴുത്തും വായനയും അറിയാ, വിദ്യാഭ്യാസം ഉണ്ടാവുക എന്നുള്ളത് ഓരോ വ്യക്തിയിലും പൂർണ്ണതയാണ്, നുക്സാനല്ല, കമാലാണ്, കുറവല്ല. പക്ഷെ നബിത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം എഴുത്തും വായനയും അറിയുക എന്നത് നുക്സാന, കുറവാണ്. ഇതാണ് പ്രശ്നം. നബിത്തങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നെങ്കിൽ ഇവര് നബിത്തങ്ങൾ കള്ളനാണെന്ന് പറയും. മാത്രമല്ല, നബിത്തങ്ങൾ കൊണ്ടുവരുന്ന ഈ ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ ഇതേതോ വേദഗ്രന്ഥങ്ങളൊക്കെ എവിടുന്നൊക്കെയോ പല പുരാണ കഥകളും വായിച്ചിട്ട് പറയാണ് എന്നവർക്ക് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് നബിത്തങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നുമില്ലല്ലോ. അപ്പൊ അവർക്ക് ഈ ഖുർആൻ ദൈവികമാണ്, മുഹമ്മദ് നബി തങ്ങളുടെ ഇഷ്ടത്തിന് ഇറക്കിയതല്ല, അല്ലാഹു തആലയിൽ നിന്ന് കിട്ടിയതാണ്, വേറെ എവിടുന്നും വായിച്ചിട്ട് പറയുകയല്ല എന്ന്, ദൈവികമാണ് എന്ന് ശരിക്കങ്ങ് ബോധ്യപ്പെടാൻ നബിത്തങ്ങൾ ഉമ്മിയാവല് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നബിത്തങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഉമ്മിയാവുക എന്നത് മോശമല്ല. നബിത്തങ്ങൾ യഥാർത്ഥ നബിയാണെന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണത്. ഓക്കാലു, അപ്പോ നബിത്തങ്ങൾ ഉമ്മിയാണ് എന്ന് പറയുന്നതിന് ഒരു മടിയും കാണിക്കണ്ട. ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള പുതിയ വാദങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ നേതാവ് ആവുന്ന നബിത്തങ്ങൾക്ക് എഴുത്തും വായനും അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലല്ലേ. അതുകൊണ്ട് നബി പണ്ട് ഉമ്മിയായിരുന്നു, പിൽക്കാലത്ത് പിന്നെ എഴുത്തും വായനയും പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ഉലമാക്കള്, ഇമാമുമാര് പ്രബലമാക്കുന്നത് നബിത്തങ്ങള് ഉമ്മിയായിട്ട് തന്നെ ജീവിച്ചു, ഉമ്മിയായിട്ട് തന്നെയാണ് വഫാത്തായിട്ടുള്ളത് എന്ന്. വിശുദ്ധമായ ഖുർആനിൽ നബിത്തങ്ങൾ ഉമ്മി എന്ന് പലയിടത്തും വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ. ഫാമിനു ബില്ലാഹി വറസൂലിഹി നബിയിൽ ഉമ്മിയി അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയ
എന്നൊക്കെ പല ആയത്തുകളിലും കാണാം. ഇരിക്കട്ടെ. ഇനി വഖാലു ഐ കുഫാറു മക്ക മുശ്രിക്കീങ്ങൾ നബിയോട് ചോദിക്കുകയാണ്, അവർ പറയുകയാണ്, ലൗല ഉൻസില അലൈഹി ആയാത്തും മിർ റബ്ബി ലൗല ഹല്ല ഉൻസില അലൈഹി അല മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ എന്തുകൊണ്ട് ഇറക്കപ്പെടുന്നില്ല, മുഹമ്മദിന്റെ മേൽ എന്തുകൊണ്ട് ഇറക്കപ്പെടുന്നില്ല ആയത്തും മിർ റബ്ബിഹി, അവന്റെ റബ്ബിൽ നിന്ന് തെളിവുകളും മുഅ്ജിസത്തുകളും ദൃഷ്ടാന്തങ്ങളും എന്തുകൊണ്ട് ഇറക്കപ്പെടുന്നില്ല. വഫീ ഖിറാഅത്തിൻ ആയാത്തുൻ ജംആയിട്ട് ആയാത്തുൻ തെളിവുകൾ എന്തുകൊണ്ട് ഇറക്കപ്പെടുന്നില്ല. മുഹമ്മദിന്റെ മുമ്പ് ഇതുപോലെ വന്ന അമ്പിയാക്കന്മാർക്കൊക്കെ അവരെ അയച്ച അല്ലാഹു തആല ആയത്തുകൾ കൊടുത്തിരുന്നല്ലോ. കനാഖത്തി സ്വാലിഹിൻ വഅസ മൂസ വമാഇദത്തി ഈസാ നബിയുടെ ആ സുപ്ര, മൂസാ നബിയുടെ അത്ഭുതകരമായ നിലത്തിട്ടാ പാമ്പാകുന്ന വടി, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകം, ഇങ്ങനെ ഒരുപാട് തെളിവുകൾ മുൻ അമ്പിയാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ മുഹമ്മദിന് എന്തുകൊണ്ട് ഇത്തരം തെളിവുകളൊന്നും അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്നില്ല എന്നൊക്കെ അവർ ചോദിക്കുകയാണ്. ഖുൽ ലഹും, നബിയെ അങ്ങ് അവരോട് പറയുക, ഇന്നമൽ ആയാതു ഇൻദല്ലാഹ്, ആയത്തുകളും തെളിവുകളും ദൃഷ്ടാന്തങ്ങളും എല്ലാം ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളത് മാത്രമാണ്, അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. യൻസിലുഹാ കൈഫ യശാ, അവൻ ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളെ മുഅ്ജിസത്തുകളെ കൈഫ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവതരിപ്പിക്കും. എനിക്കത് എന്റെ ഇഷ്ടത്തിന് കൊണ്ടുവരാൻ കഴിയില്ല. വ ഇന്നമാ അന, നിശ്ചയം ഞാൻ നദീറും മുബീനുൻ, വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്, വാണിങ്ങുകാരൻ മാത്രമാണ്. മുളിഹിറുൻ ഇൻദാരി, എന്റെ ഇൻദാറിനെ വാണിങ്ങിനെ വെളിപ്പെടുത്തുന്നവൻ മാത്രമാണ് ഞാൻ. എന്റെ ഇഷ്ടത്തിന് ഇത് കൊണ്ടുവരാനൊന്നും കഴിയില്ല. എന്റെ ഉത്തരവാദിത്തം വാണിങ് നൽകുക എന്നതാ. ബിന്നാരി, നരകം കൊണ്ട് ഭീഷണി അറിയിക്കുക, മുന്നറിയിപ്പ് നൽകുക. ആർക്ക്? അഹ്ലൽ മഅസിയ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകുക എന്നതാണ് എന്റെ ഡ്യൂട്ടി. ആയത്തുകൾ ഇറക്കലൊക്കെ അള്ളാഹുവാണ്. പിന്നെ നിങ്ങൾ അവരോട് പറയുക, അവലം യക്ഫിഹിം, അല്ലെങ്കിലും അവർക്ക് ഈ പറയപ്പെട്ട മൂസാ നബിന്റെ വടിയാവട്ടെ സ്വലൈ നബിയുടെ ഒട്ടകമാവട്ടെ ഇത്തരം തെളിവുകളെക്കാളൊക്കെ ശക്തമായ ഒരു തെളിവ് അവർക്കുണ്ടല്ലോ, നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ, എന്നെന്നും നിലനിൽക്കുന്ന ശേഷിക്കുന്ന തെളിവ്. മുന്നമ്പിയാക്കന്മാരുടെ തെളിവുകളൊക്കെ ഇറക്കി കൊടുക്കപ്പെട്ട ആ കാലത്തെ ഉണ്ടായിട്ടുള്ളൂ, ശാശ്വതമായി നിലനിന്നതല്ല. നമ്മളിപ്പോ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, വടി കൊടുത്തിരുന്നു, ഒട്ടകം ഇറക്കിയിരുന്നു എന്നൊക്കെ. അതൊക്കെ ആ കാലത്തോടു കൂടെ തീർന്നു, അവസാനിച്ചു. നമ്മളത് വിശ്വസിക്കുന്നു. പക്ഷേ നബി തങ്ങളുടെ മേൽ അല്ലാഹു തആല ഇറക്കി കൊടുത്ത മഹാമുഅ്ജിസത്ത്, മഹാ ആയത്താണ് ഖുർആൻ. എല്ലാവരെയും മുട്ടുമടക്കുന്ന രീതിയിൽ ഉള്ള ഒരു മഹാഗ്രന്ഥം. ഒരാൾക്കും ഇതിനെ എതിർത്ത് തോൽപ്പിക്കാനോ സമാനമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാനോ കഴിയാത്ത വലിയൊരു തെളിവ്. ഇതെന്നും നിലനിൽക്കുന്ന തെളിവ്. അത് പോരെ അവർക്ക് എന്ന അല്ലാഹു തആല ചോദിക്കുന്നത്. അവലം യക്ഫിഹിം, മക്കക്കാർക്ക് മതിയായിട്ടില്ലേ? ഫീമാ തൊലബു, അവരാവശ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ അവർക്ക് മതിയായിട്ടില്ലേ? അന്ന അൻസൽന അലൈക്കൽ കിതാബ, നമ്മൾ അവരുടെ മേൽ ഈ ഖുർആൻ എന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ഇറക്കിയത് അവർക്ക് മതിയായിട്ടില്ല? അത് പോരെ അവർക്ക്? യുത്ല അലൈഹിം, അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടുന്ന ആ ഒരു ഗ്രന്ഥം പോരെ തെളിവായിട്ട്? ഫഹുവ ആയത്തും മുസ്തമിറ, അത് വലിയൊരു ദൃഷ്ടാന്തമല്ലേ, തെളിവല്ലേ? മുസ്തമിറത്തുൻ, എന്നെന്നും നിലനിൽക്കുന്നതായ ലൻഖിലാ അലഹ, അത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ബിഖിലാഫി മാ ദുക്കിറ മിനൽ ആയാത്ത്, മുമ്പ് പറയപ്പെട്ട ആയത്തുകൾക്ക് മാറ്റമായിട്ട്, ദൃഷ്ടാന്തങ്ങൾക്കും മുഅ്ജിസത്തുകൾക്കും മാറ്റമായിട്ട് അത് എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്തുകളല്ല. അപ്പൊ അതിനൊക്കെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള എന്നെന്നും നിലനിൽക്കുന്ന ഒരു മഹത്തായ മുഅ്ജിസത്ത് നൽകിയിട്ട് അതൊന്നും പരിഗണിക്കാതെ ലോക്കൽ മുഅ്ജിസത്ത് ഇവർ ആവശ്യപ്പെടുകയാണോ? ഖുർആൻ തന്നെ പോരെ? ഇന്ന ഫീ ദാലിക്കൽ കിതാബി, നിശ്ചയം ആ മഹത്തായ ഗ്രന്ഥത്തിലുണ്ട്, ലറഹ്മതൻ വദിക്റ, ലറഹ്മതൻ ഒരുപാട് അനുഗ്രഹങ്ങളും, വദിക്റ ഇലതൻ ഒരുപാട് ഉപദേശങ്ങളുമുണ്ട്, ലിഖൗമി യുഅ്മിനൂന വിശ്വാസികളായ ആളുകൾക്ക്. ഖുൽ നബിയ, അങ്ങ് പറയൂ, കഫാ ബില്ലാഹ്, അല്ലാഹു മതി, ബൈനി വബൈനക്കും, എന്റെയും നിങ്ങളുടെയും ഇടയിൽ, ഷഹീദൻ സാക്ഷിയായിട്ട് അല്ലാഹു മതി, ബിസിദ്ഖി ഞാൻ പറയുന്നത് സത്യമാണെന്ന് സാക്ഷി പറയാൻ അല്ലാഹു മതി, എനിക്ക് അല്ലാഹു ഉണ്ട്, അല്ലാഹു എന്നെ ഞാൻ സത്യം പറയുകയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യഅലമു, ആ അല്ലാഹു അറിയും, മാഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വതും അറിയുന്നവനായ റബ്ബിനിക്ക് ഞാൻ പറയുന്നത് സത്യമാണെന്നറിയാം, അവനതിന് സാക്ഷിയാണ്.
വമിൻഹു ആകാശഭൂമികളുള്ള സർവ്വതും അറിയുക എന്ന് പറഞ്ഞതിൽ പെട്ടു ഹാലി വഹാലക്കും എന്റെയും നിങ്ങളുടെയും അവസ്ഥ. ഞാൻ സത്യം പറയുന്നു എന്നും നിങ്ങളത് കളവാക്കുന്നു എന്നൊക്കെ അള്ളാഹ്ക്കറിയാം. അവൻ അതിനർഹമായ ജസ നൽകും. വല്ലദീന ആമനൂ ബിൽ ബാത്തിൽ, എന്നാൽ ബാത്തിൽ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ ഏതാണ് ഇവിടെ ബാത്തില്? വഹുവ ബാത്തില് മാ യുഅ്ബദു മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ. അള്ളാഹുവിനല്ലാതെ വേറെന്തിനൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അങ്ങനെയുള്ള ആരാധ്യ വസ്തുക്കൾ, വിഗ്രഹങ്ങളും ബിംബങ്ങളൊക്കെ, അതാണ് ബാത്തില്. അങ്ങനെയുള്ള ബാത്തിലായ ബിംബങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ വകഫറൂ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് കാഫിറാവുകയും ചെയ്യുന്ന ആളുകൾ, മിൻകും മുശ്രിക്കീങ്ങളെ മക്കാരെ നിങ്ങളിൽ നിന്ന് അള്ളാഹിനെ കൊണ്ട് കാഫിറായി, ഹക്കായ അള്ളാഹിനെ കൊണ്ട് കാഫിറായിട്ട് ബാത്തിലായ വിഗ്രഹങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളാകുന്നത് ഉലൈക ഹുമുൽ ഖാസിറൂൻ, നിശ്ചയം അവരാണ് പരാജിതർ. ഫീ സ്വഫഖത്തിഹിം, അവരുടെ സ്വഫഖത്ത് എന്ന് പറഞ്ഞാൽ ഇടപാട്, അവരുടെ ഇടപാടിൽ അവർ നഷ്ടം സംഭവിച്ചവരാണ്, ബിസിനസ്സിൽ അവർ തൊലഞ്ഞവരാണ്. എന്തുകൊണ്ട്? ഹൈസുഷ്തറവുൽ കുഫ്ര ബിൽ ഈമാൻ, അവര് ഈമാൻ കൊടുത്തിട്ട് കുഫ്റിനെയാണ് വാങ്ങിയത്. ആ വിൽപ്പനയിലും വാങ്ങലിലും ആ ബിസിനസ്സിൽ അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചവരാണ്, അവരാണ് പരാജിതർ. വയസ്തഅ്ജിലൂനക, നബിയെ അവരങ്ങയോട് ധൃതി കാണിച്ച് തിരക്കൂട്ടി ചോദിക്കുകയാണോ, ധൃതി കാണിക്കുകയാണോ? ബിൽ അദാബി, അദാബ് കൊണ്ട് ധൃതി കാണിക്കുകയാണോ? മുഹമ്മദ് പറയുന്നത് സത്യമാണ്, അവനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, സത്യമാണെങ്കിൽ അവനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അദാബ് വരുമെന്നൊക്കെ മുഹമ്മദ് പറയുന്നുണ്ട്. അത് സത്യമാണെങ്കിൽ എന്താ അദാബ് വരാത്തത്? അദാബ് വരട്ടെ, ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ, എന്താ അദാബ് വരാത്തത്? അപ്പോൾ മനസ്സിലാക്കാമോ പറയുന്നത് ശരിയല്ല. ഇങ്ങനെയൊക്കെ മക്ക മുശ്രിക്കീങ്ങൾ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി പറയാ വയസ്തഅ്ജിലൂനക, നബിയെ അവരങ്ങോട് ധൃതി കാണിക്കുകയാണോ? ബിൽ അദാബി, അദാബ് കൊണ്ട് ധൃതി കാണിക്കുകയാണോ? വലൗല അജലും മുസമ്മ, ഇങ്ങനെ ധൃതി കാണിക്കുകയാണോ? അവരുടെ കാര്യത്തിൽ അത്ഭുതപ്പെടണം. വലൗല അജലും മുസമ്മല്ലഹു, ആ അദാബിനിക്ക് നിശ്ചയിക്കപ്പെട്ട ഡേറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ, ഒരു തീയതി ഇല്ലായിരുന്നുവെങ്കിൽ, ലജാഅഹുമുൽ അദാബ്, അവരിലേക്ക് അദാബ് വരുമായിരുന്നു. ആജിലൻ, ധൃതിയിൽ തന്നെ വരുമായിരുന്നു. അവർ അദാബിനെ ചോദിക്കുമ്പോൾ തന്നെ അദാബ് വരുമായിരുന്നു. പക്ഷെ അല്ലാഹു തആല മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട് ഒരു നിശ്ചിത സമയത്ത്, എല്ലാം അല്ലാഹു തആല മുൻ തീരുമാനത്തിനനുസരിച്ചാണ് നടത്തുക. അപ്പൊ അവർ ചോദിക്കുമ്പോൾ അദാബ് കൊടുക്കുകയല്ല, അദാബിനിക്ക് അല്ലാഹു തആല നിശ്ചയിച്ച സമയമുണ്ട്, ആ സമയത്ത് അല്ലാഹു തആല അദാബ് കൊടുക്കും. വലയഅ്തിയന്നഹും, നിശ്ചയം ആ അദാബ് അവരിലേക്ക് വരും. ബഗ്തതൻ, അപ്രതീക്ഷിതമായിട്ട്, പെട്ടെന്ന് വരും. അള്ളാഹ് കണക്കാക്കിയ സമയത്ത് പെട്ടെന്ന് വരും. വഹും ലാ യശ്ഉറൂൻ, അവർക്കറിയില്ല. ബിവഖ്തി ഇത്യാനിഹി, ആ അദാബ് വരുന്ന സമയം അവർക്കറിയില്ല. യസ്തഅ്ജിലൂനക ബിൽ അദാബ്, അവർ അദാബിനെ അങ്ങയോട് ധൃതി കാണിച്ച് ചോദിക്കുന്നുണ്ടോ? വലിയ അത്ഭുതം. ഫിദ്ദുനിയ, ദുനിയാവിൽ അവർ ഈ അദാബിനെ ധൃതി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ കാണിക്കുകയാണോ? അത്ഭുതമാണ് കാര്യം. വഇന്ന ജഹന്നം, നിശ്ചയം ജഹന്നം ലമുഹീതത്തും ബിൽ കാഫിരീൻ, ഇവരൊക്കെ കാഫിരീങ്ങളാണ്, ഈ കാഫിരീങ്ങളെ വലയം ചെയ്യുക തന്നെ ചെയ്യും എന്ന്. യൗമ യഗ്ശാഹുമുൽ അദാബു, അവരിലേക്ക് കണക്കാക്കപ്പെട്ട അദാബ് അവരെ പൊതിയുന്ന സമയത്ത്, മിൻ ഫൗഖിഹിം, അവരുടെ മുകൾ ഭാഗത്തിലൂടെയും, വമിൻ തഹ്തി അർജുലിഹിം, അവരുടെ കാൽഭാഗത്തിലൂടെയും, കാലിന്റെയും താഴ്ഭാഗത്തിലൂടെയും മുകൾ ഭാഗത്തിലൂടെയും അദാബ് അവരെ പൊതിയുന്ന നാളിൽ കാഫിരീങ്ങളായ ആളുകളെ നരകം വലയം ചെയ്യും. എങ്ങനെയാണ് നരകം വലയം ചെയ്യുക? അവരുടെ താഴെയും മേലും സൈഡിലും എല്ലാ ഭാഗത്തും നരകം തന്നെയായിരിക്കും. അഥവാ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് അവരെ പ്രവേശിപ്പിക്കപ്പെടും. വയഖൂലു ഫിഹി, ഈ യഖൂലു എന്നതിലുണ്ട് ബിന്നൂനി, നൂന് കൊണ്ട് നഖൂലു എന്നുണ്ട്. അപ്പൊ അള്ളാഹ് പറയാണ് വനഖൂലു, നമ്മൾ പറയും. ഐ നഅ്മുറു ബിൽ ഖൗലി, പറയാൻ കൽപ്പിക്കുന്ന അർത്ഥം. വബിൽ യാ കൊണ്ട് യഖൂലു എന്നും ഖിറാഅത്തുണ്ട്. അപ്പോൾ യഖൂലു അയിൽ മുവക്കലു ബിൽ അദാബ്, അദാബ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും. യഖൂലു, ആ മലക്ക് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും. ദൂഖൂ, രുചിച്ചോളൂ. ഇങ്ങനെ അള്ളാഹുവിന്റെ അദാബ് നിശ്ചയിക്കപ്പെട്ട സമയത്ത് അവരിലേക്ക് എത്തുമ്പോൾ ആ അദാബ് കൊണ്ടുവരുന്ന മലക്ക് പറയും, അല്ലെങ്കിൽ ആ മലക്കിനോട് നമ്മൾ പറയാൻ കൽപ്പിക്കും. എന്ത് പറയാൻ? ദൂഖൂ, കുഫാറെ നിങ്ങൾ രുചിച്ചോളൂ. മാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ രുചിച്ചോളൂ. മാ ഒന്നിനെ, കുൻതും നിങ്ങളായിരുന്നു, തഅമലൂന നിങ്ങൾ അതിനെ പ്രവർത്തിക്കുന്നവരായിരുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ രുചിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഐ ജസാഅഹു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള ജസാഇനെ, അതിന്റെ പ്രതിഫലത്തെ നിങ്ങൾ ആസ്വദിച്ചോളൂ, രുചിച്ചോളൂ എന്ന് അവരോട് പറയും. ഫലാ തഫൂതു, അങ്ങനെ നിങ്ങൾ ഒരിക്കലും നമുക്ക് മിസ്സാവുന്നില്ല, നിങ്ങളാരും നമ്മുടെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല.
നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾ ആസ്വദിച്ചോളൂ എന്ന്, രുചിച്ചോളൂ എന്ന് അവരെ പരിഹസിച്ചിട്ട് പറയും. അദാബ് ആസ്വദിക്കാനും രുചിക്കാനും സാധിക്കുന്നതല്ലല്ലോ. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.